കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ വളരെ സന്തോഷമാണ്. ഇന്ന് മേൽശാന്തിയാണ്, പുതിയ മേൽശാന്തിയാണ്. കവപ്ര മാരാത്ത് മനയ്ക്കിലെ അച്യുതൻ നമ്പൂതിരിയാണ് പുതിയ മേൽശാന്തിയാണ്. ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ആയിട്ടുള്ളത് വളരെ നല്ലൊരു ദിവസമാണിന്ന്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, മീനഭരണിയല്ലേ. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ കൊടിമരത്തിലൂടെ നേരിട്ടാണ് ദർശനം ഉണ്ടായിട്ടുള്ളത്. വളരെയധികം തിരക്ക്. ഇന്നലെ മിനിഞ്ഞാന്നും നാലാം നാളൊക്കെ തിരക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ വെക്കേഷനായി, തിരക്കുകൾ കൂടുകയാണ്. എല്ലാവർക്കും വെക്കേഷനല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം എടുത്ത് നമുക്ക് സർവ്വ വിഘ്നങ്ങളും അകറ്റിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഗോപുരവാതിലൂടെ അകത്ത് വന്ന് ആ വാതിൽപ്പടി കയറുക. ആ വാതിൽപ്പടി കയറിയിട്ട് നേരെ അകത്തേക്ക് അങ്ങനെ പ്രവേശിക്കാം. അങ്ങനെ വരുമ്പോൾ ഇടതേ ഭാഗത്തുള്ള ആ നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതൊന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ സ്മരിക്കുക. വലതുവശത്തുള്ള ആ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ ആ സ്വർണ്ണപ്രഭയിൽ ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണുകയാണ്. ആ ചതുർബാഹുവായ ആ ദേവകൾ പൂജിതമായ ആ നാരായണ വിഗ്രഹത്തിൽ ആ കളഭം കൊണ്ടുള്ള അലങ്കാരം വളരെ കേമായിട്ടുള്ള അലങ്കാരമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇടത്തെ കാലിങ്ങനെ ഒന്ന് തൂക്കിയിട്ട് വലത്തെ കാലിൻ്റെ പെരുവിരൽ രണ്ട് കൈകൊണ്ടും കൂട്ടിയിട്ട് വായിലായിട്ട് നുണയാണ് ആ പൊന്നുണ്ണി. എന്താ ഒരു കാഴ്ച! എനിക്ക് തോന്നണം ഒന്നും കിട്ടിയില്ലേണാവോ. ഈ മേൽശാന്തി പുതിയ മേൽശാന്തി ആയിട്ട് വന്നപ്പോൾ ഒന്നും കൊടുത്തില്ലേണാവോ. എന്തായാലും വളരെ കേമായിട്ടാണ് ഇന്നത്തെ ചാർത്ത്. നെതിയൊന്നും യശോദാമ്മ വെണ്ണയൊന്നും കൊടുത്തില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നും കിട്ടാത്ത ഉണ്ണിയാണ്. ആ കാലിൻ്റെ പെരുവിരൽ ഇങ്ങനെ നുണയ്യ. നല്ല രസമായിട്ടുള്ളൊരു ചാർത്ത്. അങ്ങനെ നോക്കുമ്പോൾ കാൽവളകൾ ഇങ്ങനെ കാണാനുണ്ട്. കൈവളകൾ, രണ്ട് കൈവളകളും കാണുന്നു. പിന്നെ നോക്കുമ്പോൾ അരമണി ഇങ്ങനെ കാണാനുണ്ട്. അതേമാതിരി നല്ലൊരു പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയുള്ള പൊന്നുണ്ണിയാണ്. കഴുത്തിൽ നോക്കുമ്പോൾ നല്ലൊരു മാങ്ങാമാലയും ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. പിന്നെ അതേപോലെ ഗോപിക്കുറി ഉണ്ട്, സ്വർണത്തിൻ്റെ ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. ആ തോൾവളകളുണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്. പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് കളപ്പം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. രണ്ട് തിരുമുടിമാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളൊരു തിരുമുടിമാലയും വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒന്നും, അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ. അത് കഴിഞ്ഞാൽ വലിയ ഉണ്ടമാലകളുണ്ട്. ഒരു താമരയും കൂടി ഉണ്ട്. പിന്നെ വെളുത്ത പൂവും തുളസിയും, അങ്ങനെയുള്ള ഉണ്ടമാലകളും തിരുമുടിമാലകളും പിന്നെ മുകളിൽ വിധാനമായിട്ട് 4 തുളസിമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ പാടങ്ങനെ കാണുന്ന ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുവനായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ നിന്നിട്ട് നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് അകത്തേക്ക് നോക്കിയിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തെ ആ വളരെ മനോഹരമായ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാല്, അത് വലത്തെ കാൽവിരൽ നുണയുന്ന ആ രൂപം നമ്മളിങ്ങനെ മനസ്സിലേക്ക് ആവാഹിക്കുക. അവിടെ ഇങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ സങ്കല്പിച്ച് തൊഴുതോളൂ. അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം അവിടുന്ന് പതുക്കെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. കാരണം രാവിലെ ഉഷപൂജ നേരത്ത് ഗണപതി ഹോമം നടത്തുന്ന, അതേപോലെ ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന സ്ഥലമാണ് തിടപ്പള്ളി. ഏറ്റവും പ്രധാനം തന്നെയാണ്. അപ്പോൾ അത് കണ്ട് തൊഴുതു. പിന്നീട് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ചുമരുമ്പിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. അത് കഴിഞ്ഞാൽ നേരെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച തന്നെയാണ് കാണാനുള്ളത്. സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുതു, വിഘ്നേശ്വരനെ കണ്ട് തൊഴുതു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം
ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ടു തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നല്ല വെളുത്ത മാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് സരസ്വതി ദേവിയുടെ ഫോട്ടോൻ്റെ മുകളിൽ. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വന്ന് ആ ചെറിയ ഗണപതിനെയൊക്കെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ മേൽശാന്തി ഇരിക്കണു. മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി അത് കഴിഞ്ഞാൽ വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷവും പിന്നീട് ഗരുഡൻ്റെ പുറത്തുള്ള മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു തൊഴുത് നേരെ അനന്ത പത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അവിടെ നിറയെ വെളുത്ത പൂക്കൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ തുളസിപ്പൂവുണ്ട്. അപ്പോൾ അവിടെ കണ്ടു തൊഴാം. അതിനുശേഷം പുറകിലോട്ട് ശ്രീകോവിലിൻ്റെ പുറകിലോട്ട് വന്ന് അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു തുളസിമാല ഉണ്ട്. മുരുകന് നല്ല ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ വരുമ്പോൾ വെറ്റിലമാല ഉണ്ട്, കുങ്കുമം ധാരാളം ഉണ്ട്. അപ്പോൾ കണ്ട് തൊഴുതോളും, പ്രാർത്ഥിച്ചോളും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ വന്നിട്ട് തൊഴുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേരെ കുറച്ച് പടിഞ്ഞാട്ട് ഇങ്ങോട്ട് നോക്കിയാൽ മാറിയാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. വടക്കേ നടയിൽ നിന്നും ചെറുതായിട്ട് കാണാൻ കഴിയും കേട്ടോ. പക്ഷേ വടക്കേ നടയിൽ പോയിട്ട് ആരും തിരക്കുണ്ടാക്കണ്ട. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കണ്ടു തൊഴുക. അത് കഴിഞ്ഞാൽ ഓവ് മുറിച്ച് കിടന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗ്രില്ലിനപ്പുറത്ത് നോക്കിയാൽ മണിക്കിണർ കാണാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച ഏത് രൂപത്തിലാണോ നമ്മൾ സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വരും. അത് കഴിഞ്ഞ് നേരെ കുറൂരമ്മേനെയും ആ കൃഷ്ണാട്ട വിഗ്രഹവും അതേപോലെ നാരദരെയും ഒക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നേരെ എടത്തരികത്ത് കാവിലെ ഭഗവതീനെ ഇങ്ങനെ കണ്ടു തൊഴാം. എടത്തരികത്ത് കാവിലെ ഭഗവതി അതീവ സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കണു. വലിയ പൊട്ടൊക്കെ തൊട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് എന്താ പറയുക, നല്ല മാലയൊക്കെ അണിഞ്ഞ് മിന്നുന്ന മാലയൊക്കെ അണിഞ്ഞാണ്. ധാരാളം അർച്ചന പൂക്കൾ കാണാനുണ്ട്. നല്ല ചുവന്ന മറ്റേ തെച്ചിപ്പൂ കൊണ്ടുള്ള മാലയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എടത്തരികത്ത് കാവിലെ ഭഗവതി നമ്മുടെ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോൾ തിരിച്ചാ കോർണറിലെത്തിയാൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക. മമ്മിയൂരിലേക്ക് നോക്കിയിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക മനസ്സിൽ. എന്നിട്ട് ആ മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം നൽകിയ, ദർശനം കിട്ടിയ അനുഗ്രഹം കൂടിയായി. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വരികയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് നോക്കി നമ്മുടെ ആ വിരൽ അറ്റം നുണയുന്ന പൊന്നുണ്ണിക്കണ്ണനെ നോക്കിയിട്ട് കണ്ടു തൊഴുതോളൂ. എല്ലാവരും കണ്ടു തൊഴുതോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ കൂത്തമ്പലത്തിൽ വരുന്നു. കൂത്തമ്പലത്തിലും തൊഴുതു. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴുകയാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ തൊഴുത് വലം വെച്ചു നമ്മൾ പടിഞ്ഞാറ് നടയിൽ വന്ന് ആദ്യം തന്നെ കാണുന്ന ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കി. അപ്പോൾ നമ്മുടെ വേണുഗോപാല സ്വരൂപം കാണാം. അങ്ങനെ അത് കഴിഞ്ഞാൽ ഒന്ന് പുറകിലേട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരം കാണാം.
കൊടിമരത്തിൻ്റെ ആ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെ കാണാം. അത് കണ്ട് എല്ലാവരും തൊഴുതോളും. ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരം നമ്മളെല്ലാവരും കണ്ടു തൊഴുതു. എന്നെ കേൾക്കുന്നത് എപ്പോഴായാലും ആ സമയത്ത് ഗുരുവായൂർ വന്ന പ്രതീതി എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.